ഇപ്പം ഞാൻ തീരുമാനിക്കുന്ന മാത്രം വെച്ചുകൊണ്ട് പോയാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. സംടൈംസ് യു ഹാവ് ടു ട്രസ്റ്റ് ദി അതർ പേഴ്സൺ. അപ്പോൾ ആവേശത്തിൻ്റെ കാര്യത്തിൽ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ജിത്തു. പൊതുവെ എൻ്റെ ജീവിതത്തിൽ ഇച്ചിരി ഇൻട്രോവേർട്ടഡ് സ്വഭാവമുള്ളതുകൊണ്ട് എൻ്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് ബിച്ച് ഫേസാണ്. അത് ആൾക്കാർ ഇവർക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ തോന്നുന്നൊരു സ്പേസാണ്. ഒരു നല്ലൊരു വില്ലവേഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും, എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. അതേ സമയത്ത് വേറൊരു ഹിന്ദി പാടും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നിട്ട് എല്ലാം ചളവായിപ്പോയി. ആ സമയത്ത് അനുരാഗ കരിക്കും വെള്ളം ചിന്നു ചാന്ദിനിയുടെ റോളിലായിരുന്നു. അതെനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു ആദ്യം. പിന്നെ എനിക്ക് പോകേണ്ടി വന്നു. ചൈനീസിൽ തന്നെ സിംഗപ്പൂരിയൻ ചൈനീസ് ഉണ്ട്, മലേഷ്യൻ ചൈനീസ് ഉണ്ട്, ചൈനയിൽ നിന്ന് പറഞ്ഞാൽ ചൈനീസ് ഉണ്ട്, തൈവാനിൽ നിന്ന് പറഞ്ഞാൽ ചൈനീസ് ഉണ്ട്. ആക്ടിങ് സിംഗപ്പൂരിൽ പഠിച്ചാണെങ്കിലും ചേച്ചിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളൊരു മൂവി ഏതാ? എല്ലാത്തിലും ഓരോ രീതിയിൽ ഒരു ക്രച്ചായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം രോമാഞ്ചം തന്നെ ആ ഒരു പീക്ക് എന്ന് പറയുന്നത് പോവാനുള്ള അത് ആകെ 2 ഷോട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഹിറ്റ് ചെയ്ത് വരിക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ, അത്രയും ഹിറ്റ് ചെയ്യുക. അപ്പം എൻ്റെ അടുത്ത് ജിത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയാണോ കയറ്റാൻ പറ്റുക അത്രയും. അപ്പോൾ അതൊരു ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ഫാക്ടറായിരിക്കും. ഇപ്പോൾ ആവേശത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ആ സീൻ്റെ തുടക്കവും അവസാനം 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത്. ആ നടുക്കത്തെ ദംഷ്രാജ് ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി സിനിമ ഒരു 10-80 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ പോകുന്നത്. അപ്പോൾ ആ സിനിമയിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ടോണും ഇതിൻ്റെ ലൗഡ്നെസ്സും ഇതിൻ്റെ ഒരു മൂഡൊക്കെ അറിയാം. എനിക്കിതറിയില്ല. അപ്പം ആദ്യത്തെ 2 ദിവസം എനിക്കിച്ചിരി ഇത് ശരിയാവുന്നുണ്ടോ ശരിയാവുന്നില്ലേ ആ ഒരു കൺഫ്യൂഷൻ കോൺസ്റ്റൻ്റ്ലി ഉണ്ടായിരുന്നു. ആ ചോട്ടാ മുംബൈ എത്തി ആ റിയാക്ഷൻ വരുന്നത് വരെ എനിക്ക് എന്താ വെച്ചാൽ എനിക്കിത് മൊത്തത്തിൽ ആ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളതിൽ നോളജ് ഇല്ല. ഞാൻ അപ്പോൾ ജിത്തുവിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാണ്. ജിത്തുവിൻ്റെ ജഡ്ജ്മെൻറ്റിലാണ് ഞാൻ പരിപാടി ചെയ്യുന്നത്. അന്ന് എനിക്ക് തോന്നി ഇപ്പം ഞാൻ തീരുമാനിക്കുന്ന മാത്രം വെച്ചുകൊണ്ട് പോയാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. സംടൈംസ് യു ഹാവ് ടു ട്രസ്റ്റ് ദി അതർ പേഴ്സൺ. അവർ പറയും എന്ന് വെച്ചാൽ അവർ അത്രയും നാൾ അതിൽ വർക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ജഡ്ജ്മെൻറ്റായിട്ട് ചിലപ്പോൾ മാച്ച് ആവില്ല. അവർക്കാണ് ആ സിനിമ കൂടുതൽ അറിയാം. അപ്പോൾ ആവേശത്തിൻ്റെ കാര്യത്തിൽ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ജിത്തു. അപ്പോൾ ജിത്തു പറയുന്നതിനനുസരിച്ച് ഞാൻ ഒരു പപ്പറ്റ് പോലെ ചെയ്തു എന്നുള്ളതാണ്. അതിൽ എനിക്ക് പറ്റുന്ന ആ ഒരു സ്ട്രക്ചറിൽ എനിക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് അത് ഞാൻ ചെയ്തു. ഈ ആവേശത്തിലാണെങ്കിലും രോമാഞ്ചത്തിലാണെങ്കിലും അപ്പം എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? രോമാഞ്ചം 1 ഡേ, ആവേശം ഒരു 7 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ അത് നത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആള് ജിത്തു ആണെങ്കിൽ എല്ലാരെയും കംഫർട്ട് ആക്കാനായിട്ട് ഒരാഴ്ച മുമ്പേ അവര് അവര് സെറ്റ് ആവണമല്ലോ അവര് കൂട്ടുകാര്. പക്ഷേ എനിക്കതിനൊന്നുമില്ല. ഞാൻ ഒറ്റ ദിവസം വന്ന് ചെയ്തിട്ട് പോയത്. പക്ഷെ അത് പിന്നീടാണ് ഇവരെയൊക്കെ ഞാൻ അടുത്തറിയുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ നത്തുണ്ട്, നേരത്തെ സിനിമ ജോമോൻ, സിജു തുടങ്ങിയ എല്ലാവരുമായിട്ടും അന്നത്തെ ദിവസം ഒരു കമ്പനിയും ഒന്നും ആയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു സ്നേഹം, ഇഷ്ടം ഒക്കെ പിന്നീടും അത് നിലനിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ചേച്ചിക്ക് കുറേ ഇപ്പോൾ ഒരു ഹിറ്റിൻ്റെ ഭാഗമാകാൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഇപ്പം കുറേ അടുത്ത് ചേച്ചി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫെയിം വരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റിപ്പറ്റി ഇപ്പം മീഡിയാസിനില്ലേ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പം എവിടെ പോയാലും മീഡിയാസിൻ്റെ ഒരു എവിടെ പോയാലും ഈ സിനിമ ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നു എന്ന് വെച്ചാൽ അതെനിക്ക് ഈ കൺഫ്യൂഷനാണ്. എങ്ങനെയാ ഇപ്പം അവരൊക്കെ ആയിട്ട് പരിചയമൊന്നുമില്ല. അവർ നമുക്ക് ഫെമിലിയറായി. ഇപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ഇവരെന്ത് ഇട്ടാലും ഇത് ആരാ ഇടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവരുടെ മുഖങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുണ്ട്.
അല്ലാതെ ഈ കാര്യത്തിൽ കുറച്ചധികം ചിന്ത കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ എൻ്റെ ജീവിതത്തിൽ ഇച്ചിരി ഇൻട്രോവേർട്ടഡ് സ്വഭാവമുള്ളതുകൊണ്ട് എൻ്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് ബിച്ച് ഫേസാണ്. അത് ആൾക്കാർ ഇവക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു സ്പേസാണ്. അത് എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ വളരെ പതുക്കെയാണ് ആൾക്കാരായിട്ട് കമ്പനി ആകുന്നത്. പക്ഷെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇയാൾ ഇങ്ങനെയാണല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ധാരണ അവരുണ്ടാക്കിയാലും ഇവൻച്വലി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മളെന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കും. അതിനുള്ള സ്പേസ് ഈ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. നാടകത്തിൽ നിന്നും ഒക്കെ മൂവിയിലേക്ക് വന്നപ്പോൾ മെയിനായിട്ട് തോന്നിയൊരു ഡിഫറൻസ്? എനിക്ക് ആക്ച്വലി ഡിഫറൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അധികം ഡിഫറൻസ് ഇല്ലയെന്ന് തോന്നിയതാണ് എനിക്ക് പേഴ്സണലി. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ എന്നുള്ളൊരു മീഡിയം ഉണ്ട്. അപ്പോൾ അതിനോട് കംഫർട്ടബിൾ ആവുക. അപ്പോൾ ആദ്യത്തെ 2-3 സിനിമയൊക്കെ ജസ്റ്റ് ആ ഒരു മീഡിയത്തോട് കംഫർട്ടബിൾ ആവുക എന്നുള്ളൊരു സ്പേസിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇത്രയും അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവർക്കും ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്, ഈ ലെൻസിങ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് അത്രയ്ക്കൊന്നും നമ്മൾ ആക്ടേഴ്സ് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ക്ലോസ് വെക്കുകയാണ്, അല്ലെങ്കിൽ മിഡാണ്, അല്ലെങ്കിൽ ഫുൾ ഒരു നല്ല വൈഡാണ്, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതിനനുസരിച്ചുള്ള ഇതിൽ പെർഫോം ചെയ്യുക. അല്ല, നമ്മളിപ്പോൾ തിയേറ്ററിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ മുമ്പിൽ എനിക്ക് സിനിമയിൽ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ സിനിമ സെറ്റിൽ ഒരു 100-150 പേര് മിനിമം ഉള്ളൊരു സെറ്റപ്പാണ്. അതിലെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിച്ച ആൾ പോലും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എസ്പെഷ്യലി ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു കണ്ണുണ്ട്. ഇപ്പോൾ അത് യൂണിറ്റിലെ ചേട്ടന്മാരും തൊട്ട് ചായ കൊണ്ടുവരുന്ന ചേട്ടൻ തൊട്ട് എല്ലാവർക്കും അപ്പോൾ അത് നമ്മൾ സെറ്റിലോട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വൈബെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പല രീതിയിലും അവർ ആ ഒരു വാക്ക്, അല്ലെങ്കിൽ അവർ നമ്മൾ പെർഫോം ചെയ്യാൻ വരുമ്പോൾ അവരുടെ ഒരു താല്പര്യം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പെർഫോം ചെയ്യുക. അല്ലാതെ ഇത് ലാസ്റ്റ് തിയേറ്ററിൽ കാണാം എന്നുള്ള രീതിയിലല്ല. എന്താ വെച്ചാൽ നാടകത്തിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ആ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് തോന്നുന്ന അതേ സുഖം ഈ ലൈവ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന സുഖം ലൈവായിട്ടും കിട്ടും. പക്ഷെ ഇവിടെ ഓഡിയൻസ് നമ്മുടെ മറന്നു കഴിഞ്ഞ് സിനിമ ഷൂട്ട് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ മറന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ റിലീസാവുന്നത്. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഒരു ഡോപ്പമീൻ കിട്ടും കുറച്ച്. പക്ഷെ എന്നാലും അത് നമ്മൾ എവിടെയോ വിട്ടു, ആ സിനിമയുടെ കാര്യം നമ്മൾ വിട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലാട്ടോ, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ ലൈവ് ഓൺ സെറ്റ് കിട്ടുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് വളരെ പ്രഷ്യസായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നും ഇത് വർക്കാവും, ഇത് അത്ര വർക്കല്ല എന്നൊക്കെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ലൗഡ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു? ഇല്ല, എന്താ വെച്ചാൽ ഈ ഒരു ധാരണയുണ്ട്. ഇപ്പം ഈ നാടകം എന്ന് പറയുന്ന മീഡിയം തന്നെ എത്രയോ വർഷമായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന മീഡിയമാണ്. ഇപ്പോൾ നമുക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്പേസസിൽ പെർഫോമൻസസ് നടക്കാറുണ്ട്. ഒരു മറ്റേ ഇമേഴ്സീവ് തിയേറ്റർ പെർഫോമൻസസ് നടക്കാറുണ്ട്, സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ്. അപ്പം ഓരോന്നിനും എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഉള്ള അഭിനയമാണ് നാടകത്തിലും വേണ്ടുന്നത്. ഇപ്പോൾ നാടകത്തെക്കുറിച്ചുള്ള ധാരണ വളരെ പഴയതായതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഈ ചോദ്യം ചോദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ രക്തരക്ഷസ് വീണ്ടും വന്നാൽ എല്ലാവരും പോയി കാണുന്നു, വളരെ സന്തോഷം.
പക്ഷെ അങ്ങനത്തെ ഒരു പ്ലേയിലൊക്കെ എസ്പെഷ്യലി ഇത്രയും അധികം ഓഡിയൻസ് ഉള്ള സമയത്ത് ഇത്രയും ദൂരത്ത് അങ്ങനത്തെ ഒരു സ്പേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ലൗഡായിട്ട് തന്നെ പെർഫോം ചെയ്യണം. അതേ സമയത്ത് നമ്മൾ റീജിയണൽ തിയേറ്ററിൽ അക്കാഡമിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിന് വേറൊരു മീറ്ററാണ്. അതേ സമയത്ത് നമ്മൾ ബ്ലാക്ക് ബോക്സിൽ പെർഫോം ചെയ്യുമ്പോൾ അത് വേറെ. അതേ അതും കഴിഞ്ഞ് ഓരോ നാടകത്തിനും ഓരോ സ്റ്റൈല് ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പം വളരെ ലൗഡായിട്ടുള്ള മീൻസ് ഒരു ബഫൂൺ അല്ലെങ്കിൽ കോമഡിയുടെ ലാട്ടി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ലൗഡായിരിക്കും. അല്ലാത്തത് ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസും ഉണ്ട്. അപ്പോൾ നാടകത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്. അപ്പോൾ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ പലതും ലൗഡാണ്. ഇപ്പം കാതൽ അല്ലെങ്കിൽ പടക്കളത്തിൽ ഒക്കെ എൻ്റെ ഇതാണ് ഇച്ചിരി കൂടെ ലൗഡല്ലാത്തത്. അപ്പോൾ അങ്ങനത്തെ വെച്ച് ബാക്കി എല്ലാത്തിലും ഒരു വേരിയേഷൻസ് ഓഫ് ലൗഡ്നെസ് ഉണ്ട്. അപ്പോൾ ഈ ലൗഡ്നെസ് ഒരു അരോചകമല്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇച്ചിരി ട്രിക്കിയാണ്. ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പ് തോന്നാം ഇത് ശരിയായില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ ലൈനാണ്. അപ്പോൾ തിയേറ്റർ തന്നെയാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. അത് ഓരോന്നിൻ്റെ റിക്വയർമെൻ്റ് എന്താണോ അതിനനുസരിച്ച് മാറി മാറി ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം കോമഡീസ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് നോക്കിയാണോ ചൂസ് ചെയ്യുന്നത്? ഞാനങ്ങനെ ഡെഫിനറ്റ്ലി എനിക്ക് അല്ലാത്ത സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിരിക്കുമല്ലോ ആഗ്രഹം. എന്താ വെച്ചാൽ വേറെ രീതിയിൽ ആൾക്കാർ കാണണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ കോമഡി വരുന്നുണ്ട് ഇപ്പം, അല്ലാണ്ട് മിക്സായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കോമഡിയും അല്ലാത്തതും സീരിയസും ആയിട്ട് മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോമഡി ഒരു പ്രിഫേർഡ് ജോണർ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആഗ്രഹം എല്ലാ തരത്തിലും ഒരു നല്ലൊരു വില്ലൻ വേഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും, എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. മീൻസ് ആ തോട്ട് ഞാനിങ്ങനെ ഇട്ട് വെക്കും, എനിക്കിങ്ങനെ താല്പര്യമുണ്ട് ചെയ്യാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ. അല്ലാണ്ട് ഐ ഡോണ്ട് ലൈക്ക്, ഇപ്പോൾ കോമഡി വരുന്നു അതുകൊണ്ട് കോമഡി ചെയ്യുന്നു. ഈ കോമഡി റോൾസ് ചെയ്യാൻ ഭയങ്കര ടഫസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് ഓരോ കോമഡി പറയുമ്പോഴാണെങ്കിൽ അത് ആൾക്കാരിലേക്ക് ആ ഒരു സംഭവം വർക്കൗട്ടാണ്. ഇപ്പോൾ കുറേ കോമഡീസ് കേട്ട് കേട്ട് പഴക്കം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കാണുന്ന ഓഡിയൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ ആ കോമഡി റോൾസ് ചെയ്യുമ്പോൾ ആ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാം അൾട്ടിമേറ്റ്ലി നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കോമഡിയിൽ ഏറ്റവും ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പ്രസൻ്റ് ആയിരിക്കണം, ടു ദ മൊമെൻറ്റ്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്തിനും നമുക്ക് സ്പോണ്ടേനിയസ്ലി റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ അത്രയും പ്രസൻ്റായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ദുഃഖത്തിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി പറ്റിക്കാനുള്ള ഗ്യാപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻ്റലിജൻ്റ് ആവാം ഇച്ചിരി. കോമഡിക്ക് ഒരു സ്പേസ് ഇല്ല, യു ഹാവ് ടു ബി ദെയർ. പിന്നെ ഒരു ഫിക്ഷൻ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യണം. ഒരിക്കലും ഒരു ഇമോഷണൽ ഞാൻ അത്രയ്ക്ക് മെത്തേഡിൻ്റെ ഫാനല്ല. ബിക്കോസ് ഈ മെത്തേഡ് പോലും ഭയങ്കര മിസ്അണ്ടർസ്റ്റുഡ് ആണ്. ആൾക്കാർ ഇപ്പോഴും ആ മെത്തേഡ് ആക്ടറാണോ എന്ന് ചോദിക്കുന്നത് തന്നെ ഭയങ്കര ഇറെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ അതിനും കഴിഞ്ഞിട്ട് ആക്ടിങ് ടെക്നീക്സ് ഇവോൾവ് ആയി അതൊക്കെ വേറെ പരിപാടിയാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതും പോപ്പുലറായിട്ടുള്ളതും. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു മെത്തേഡ് എന്നുള്ള സ്പേസിൽ ഈ ഒരു സ്പോണ്ടേനിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാവും. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അത് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഈ സ്പോണ്ടേനിയസ് ആവുക, അത് നമ്മൾ എന്തിനും ഓപ്പണായിട്ടിരിക്കുക, അതാണ് ഈ കോമഡിക്ക് വർക്കാവുക. അല്ലാണ്ട് നമുക്ക് ഓൾറെഡി ഞാൻ ഇങ്ങനൊരു ഡയലോഗ് ഈ രീതിയിൽ പറയുമെന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പോൾ വർക്കാവില്ല. അത് എല്ലാ ടേക്ക് വരുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് മാറ്റി ആ സമയത്ത് മൊമെൻ്റ് എന്താണ് അത് ഗ്രാബ് ചെയ്ത് ചെയ്യണം. അല്ലെങ്കിൽ കോമഡി വർക്കാവില്ല. എന്ന് വെച്ച് ഞാൻ ചെയ്യുന്ന എല്ലാം വർക്കാവുന്നല്ല, പണി പാളാം. പക്ഷേ ഇൻ ദാറ്റ് മൊമെൻറ്റ് അതേ സമയത്ത് ആ ഫിക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യുക.
എന്നുള്ളതും ഉണ്ട്. കോമഡി ആക്കാൻ വേണ്ടി കോമഡി ആക്കല്ല. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആക്ടേഴ്സ് ഇങ്ങനെ കൗണ്ടർ അടിച്ച് കുറേ സ്പോണ്ടേനിയസ് ആയിട്ട് വാക്കുകൾ കൊണ്ട് കോമഡി ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ആ കഴിവുള്ള ആളല്ല. പക്ഷേ എൻ്റെ ഇറ്റ് കംസ് ഫ്രം ബീയിങ് ഇൻ ദ മൊമെൻറ്റ്. ആ സിറ്റുവേഷനിൽ എൻ്റെ റിയാക്ഷൻസും അങ്ങനെയാണ് എനിക്ക് കോമഡി വർക്ക് ചെയ്യാൻ അറിയുള്ളൂ. അല്ലാതെ എനിക്ക് ആ മറ്റേ ഈ വേർഡ് പ്ലേ സംഗതി എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് വരില്ല. അത്രയും എനിക്ക് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം. പക്ഷേ അതും ഞാൻ കൗതുകത്തോട് നോക്കിയിരുന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ബട്ട് ആഫ്റ്റർ ഓൾ ഇൻ ദ മൊമെൻറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആക്ടറിൻ്റെ കൂടെയുള്ളൊരു ഡൈനാമിക് ഉണ്ടല്ലോ, അവിടെ അത്ര ഓണസ്റ്റായിട്ട് പ്രസൻ്റായിട്ട് നിൽക്കാൻ പറ്റും. ആ കഥയുടെ ഫിക്ഷനിൽ എത്രത്തോളം നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആണ് കോമഡി വർക്ക് ചെയ്യുന്നത്. ഈ മൂവിയിലേക്ക് ഉള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? അതായത് സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂവിയിലേക്ക് അത് നമ്മൾ ഈ ആക്ടിങ് പഠിച്ചതുകൊണ്ട് നമ്മൾ ഏത് ആക്ടറായിട്ട് ഏത് മീഡിയത്തിൽ നിൽക്കാൻ പറ്റിയാലും നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്ന മാത്രമല്ല, അതൊരു ജോലി ഏതാണ് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു ഇതിൽ ഓഡിഷൻസൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓഡിഷൻ സ്പേസിൽ നിന്നാണ് ഈ ആർട്ട് സിനിമ സംഭവിക്കുന്നത്. അതേ സമയത്ത് വേറൊരു ഹിന്ദി പടം ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നിട്ട് എല്ലാം ചെലവായിപ്പോയി. പിന്നെ ഒരു കോൺസ്റ്റൻ്റ് അപ്പോഴൊക്കെ വർക്ക്ഷോപ്സ് സൈമൾട്ടേനിയസ്ലി എടുക്കുമായിരുന്നു. പിന്നെ പ്ലേ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനിൽ റിഹേഴ്സലും പരിപാടിയൊക്കെ ചെയ്ത് വെക്കുന്നത് എപ്പോഴെങ്കിലും തുറക്കുമ്പോൾ, മീൻസ് പോസ്റ്റ് കോവിഡ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിലുള്ളൊരു ഇൻട്രാക്ഷൻസും പരിപാടിയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ക്യൂറേഷൻ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓർഗനൈസിങ്, ആ ഒരു ആർട്സ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ സ്പേസിലും നിൽക്കുമായിരുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ആണ് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാവുന്ന ആരെങ്കിലും ഓഡിഷൻ ചെയ്യാൻ വിളിക്കും. എസ്പെഷ്യലി ആദ്യമൊക്കെ ഓഡിഷൻ വന്നത് നമ്മുടെ നാടകത്തിലൊക്കെ കണ്ടിട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയായിരുന്നു സിനിമയിലോട്ട് ഓഡിഷന് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഓഡിഷൻ ഡ്രാമ സ്കൂൾ തീരുന്ന സമയത്ത് സിംഗപ്പൂർ ഓൾറെഡി പോവുക. ആ സമയത്ത് അനുരാഗ കരിക്കിൻ വെള്ളത്തിന് ചിന്നു ചാന്ദിനിയുടെ റോളിലായിരുന്നു. അതെനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു ആദ്യം. പിന്നെ എനിക്ക് പോകേണ്ടി വന്നു അങ്ങനത്തെ ഒരു. അപ്പോൾ ആ നാടകത്തിലൂടെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനീഷ്യലി. ഇപ്പോൾ സിംഗപ്പൂർ ചേച്ചി ഇതിനായിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ കൾച്ചറും അവിടുത്തെ കൾച്ചറും തമ്മിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ടൊക്കെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നു? എനിക്കങ്ങനെ അഡാപ്റ്റബിലിറ്റി പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഡൽഹി പോയപ്പോൾ ഒന്നും കൂടെ വ്യത്യസ്തമാണ്. എന്താ വെച്ചാൽ ഇന്ത്യയിലുള്ള അത്ര വെറൈറ്റി വേറെ എവിടെയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് എല്ലാവരും കൂടെ വന്ന് ചേരുന്ന. ഇപ്പം എൻ്റെ കൂടെ താമസിക്കുന്നത് നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരായിരുന്നു. രാജസ്ഥാൻ, പിന്നെ പഹാഡ്സ്, ലൈക്ക് ഹിമാചൽ, ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇതുവരെ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അവരുടെ ഭക്ഷണത്തെ പറ്റിയോ, അതും ഒരേ രാജ്യമായിട്ട് അറിവ് കുറവാണ്. ഭാഷകൾ വ്യത്യസ്തമാണ്. ഇപ്പം ബംഗാളി അല്ലെങ്കിൽ ഇപ്പം ബംഗാളി ആസാമിയും തമിഴും മലയാളം പറയുന്ന പോലെയാണെന്നുള്ള ഒരു അറിവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ദ ബിലീഫ് സിസ്റ്റംസ് എന്ന് വെച്ചാൽ സൗത്തിലിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻസിനെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടേ അറിയുന്നുള്ളൂ. അവർ നമ്മളെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും അറിയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ പോകുമ്പോൾ തന്നെ അതൊരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള സ്പേസായി മാറി ഡൽഹി എന്ന് പറയുന്നത്. അപ്പം ആ ഡൽഹിയിൽ നിന്നിട്ടുള്ള ക്ഷീണം തന്നെ ഇപ്പം സിംഗപ്പൂർ പോകുമ്പോഴത്തേക്ക് അഗൈൻ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി കൺട്രിയാണ് സിംഗപ്പൂർ. അപ്പോൾ എല്ലാ റേസസ് എന്നുള്ള ആൾക്കാരും ഇപ്പോൾ വളരെ ലിമിറ്റഡായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ. ചൈനീസ് ഒറിജിൻസ്, അതിൽ ചൈനീസിൽ തന്നെ സിംഗപ്പൂരിയൻ ചൈനീസ് ഉണ്ട്, മലേഷ്യൻ ചൈനീസ് ഉണ്ട്, ചൈനയിൽ നിന്നുള്ള ചൈനീസ് ഉണ്ട്, തൈവാനിൽ നിന്നുള്ള ചൈനീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പൊളിറ്റിക്സും ഐഡൻറ്റിറ്റിയും ഒക്കെ തന്നെ വേറെയാണ്.
അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ എല്ലാവരും അവർ ചൈനീസ് മുഖമുള്ളവർ ചൈനീസ്, അല്ലെങ്കിൽ മംഗോളിയൻ, അതിന് മംഗോളിയൻ ഫേസസ് എന്നാണ് പറയുന്നത് എന്നൊക്കെ ഉള്ളത് ഈ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ കാണാനുള്ള സാഹചര്യത്തിൽ നമുക്കൊരു എംപത്തി ഫോർ ദി അതർ പീപ്പിൾ കുറച്ച് കൂടും. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എപ്പോഴും ആൾക്കാർ പറയും പാശ്ചാത്യ സംസ്കാരം. ഇപ്പം ഡു വി റിയലി നോ ആർ ഈസ്റ്റ്? ഇപ്പം നമ്മുടെ ഓറിയൻ്റൽ രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര വിവരമുണ്ട്? എങ്ങനെയാണ് ഇന്തോനേഷ്യൻസ്, എന്താണ് ഫിലിപ്പീനോസ്, അല്ലെങ്കിൽ തായ്ലൻഡ്, വിയറ്റ്നാം, ഇപ്പം എല്ലാവരും പാർട്ടി ചെയ്യാനും ടൂർ അടിക്കാനും പോകും. എന്താ വെച്ചാൽ ദേ ആർ വെരി ഇൻഎക്സ്പെൻസീവ്. പക്ഷേ കൾച്ചറലി ഹൗ റിച്ച്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യൻ്റെ അതേപോലത്തെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ജോഗ്ജക്കാർത്ത, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈസ്റ്റിൻ്റെ കൾച്ചറിൽ എത്ര നമുക്ക് തന്നെ അറിയാം. നമ്മൾ അതേ സമയത്ത് വെസ്റ്റിന് എന്തോ ഒരു പറയാം, വെസ്റ്റിൽ തന്നെ വെസ്റ്റേൺ ഹിസ്റ്ററീസ് ആർ ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കുറേ പിള്ളേർ വരുമായിരുന്നു. അപ്പോഴാണ് ഓസ്ട്രേലിയാസ് മറ്റേ കുറേ അവരുടെ ആൻസിസ്ട്രിയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പ്രിസണേഴ്സോ വല്ല മർഡറേഴ്സോ അങ്ങനത്തെ ആൾക്കാരായിരിക്കും അവരുടെ അപ്പൂപ്പന്മാർ. എന്താ വെച്ചാൽ അവരെ കൊണ്ട് തള്ളിയ സ്ഥലമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാരെ മനസ്സിലാക്കാൻ എപ്പോഴും യാത്ര ചെയ്യണം. യാത്രകൾ ഉള്ളതാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കേരളമായാലും കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇപ്പം തെക്ക് വടക്ക് കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിലാക്കി ഇപ്പം അങ്ങനത്തെ ഒന്നൊരു സാധനം ഇല്ല എന്നാണ്. എന്താ വെച്ചാൽ എനിക്ക് ഒത്തിരി നല്ല തെക്കന്മാർ സുഹൃത്തുക്കളുണ്ട്. അതേ സമയത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്ത വടക്കന്മാരും ഉണ്ട്. അതേ സമയത്ത് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ. ഇത് മനുഷ്യന്മാരാണ് അൾട്ടിമേറ്റ്ലി. എന്നിട്ട് ആ ജിയോഗ്രഫിയിലെ ഭക്ഷണം എല്ലാം. The more we know about people and cultures, the more we become tolerant as human beings. എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി ഇപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണോ? ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ അധികമല്ല, എന്തായാലും ഒരു 3-4 മാസം കൊണ്ട് എവിടെയെങ്കിലും പെട്ടിങ്ങെടുത്ത് പോകും. അത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കൂട്ടുകാരും ജീവിതത്തിലുണ്ടായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ, അപ്പോൾ ഈ കൂട്ടുകാരിലൂടെ തന്നെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരുടെ കൂട്ടുകാരെ പരിചയപ്പെടുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷൻസിലേക്കുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഞാൻ തന്നെ എനിക്കൊന്നും അറിയാത്ത പ്രൊഫഷൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്കുള്ള ഭാഷകളിലേക്കും ട്രൈ ചെയ്യുന്നുണ്ട്? മീൻസ് ഞാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. ഇത് എനിക്കറിയില്ല അതെന്താ ട്രൈ ചെയ്യുക, എങ്ങനെയാണ് ട്രൈ ചെയ്യാമെന്നൊന്നും. ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിനി ഇറങ്ങുമായിരിക്കും ഈ കൊല്ലം അവസാനമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യം. അങ്ങനെ അതും ഇങ്ങോട്ട് വീഡിയോ വന്നിട്ട് പോയതാ. അല്ലാതെ പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഹൈദരാബാദിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയാലൊക്കെ തന്നെ അവിടുത്തെ ആൾക്കാർ വന്ന് സംസാരിക്കാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ആവേശവും പടക്കളവും ഒക്കെ അവർ സൂക്ഷ്മദർശിനി ഇതൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ സിനിമകളിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയായിരുന്നു, ഇപ്പം ബാംഗ്ലൂരൊക്കെ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ തന്നെ മീൻസ് അന്യസംസ്ഥാനത്തുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നുണ്ട് മലയാളം. അവരുടെ കൂട്ടത്തിൽ തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന OTTക്ക് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഒരു രസം, ഇവർക്കൊക്കെ അറിയാലോ എന്നുള്ളൊരു സാധനം ഉണ്ട്.